ഇന്നത്തെ അറിയിപ്പുകൾ. ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കി ഫോട്ടോയും QR കോഡും മാത്രം ഉൾക്കൊള്ളുന്ന പുതിയ ആധാർ മാതൃകയാണ് പരിഗണനയിൽ. പുതിയ സംവിധാനം 2025 ഡിസംബറിൽ നടപ്പിൽ വരും. പേര്, മേൽവിലാസം, 12 അക്ക ആധാർ നമ്പർ തുടങ്ങിയ വ്യക്തി വിവരങ്ങൾ ഒഴിവാക്കി പകരം ഉടമയുടെ ഫോട്ടോയും QR കോഡും മാത്രം പ്രദർശിപ്പിക്കുന്ന തരത്തിൽ ആധാർ കാർഡിൽ മാറ്റം വരുത്താനാണ് പദ്ധതി. ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് പരിഷ്കാരത്തിനൊരുങ്ങുന്നത്. പുതിയ നിയന്ത്രണങ്ങൾ ആധാർ പകർപ്പുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കഴിയും. ഈ മാറ്റം നിലവിൽ വരുന്നതോടെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ കാണുകയോ നൽകുകയോ ചെയ്യുന്നത് ആധാർ വിശദാംശങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയും. ആധാർ കാർഡ് ഉപയോഗിച്ച് ഹോട്ടൽ ബുക്ക് ചെയ്യാനോ സിം കാർഡ് വാങ്ങാനോ പോലും ഈ നിയമം ദുരുപയോഗം തടയും. ഇത് കൈവരിക്കുന്നതിനായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉടൻ തന്നെ ഒരു പുതിയ ആധാർ മൊബൈൽ ആപ്പ് പുറത്തിറക്കും. ഫോട്ടോ കോപ്പികൾ ഇല്ലാതെ തന്നെ ആധാർ ഉടമകൾക്ക് അവരുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി പങ്കിടാനും എല്ലാ വിവരങ്ങളും പരിശോധിക്കാനും പേപ്പറില്ലാതെ തന്നെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കാനും ഈ ആപ്പ് അനുവദിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് വിമാന ടിക്കറ്റ് റദ്ദാക്കിയാലും ഇനി മുഴുവൻ പണവും നഷ്ടമാവില്ല. ടിക്കറ്റ് റദ്ദാക്കിയാൽ ടിക്കറ്റ് തുകയുടെ 80% തിരികെ ലഭിക്കും. ഇതിനായി ഇൻബിൽറ്റ് ട്രാവൽ ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്താനൊരുങ്ങി കേന്ദ്രം. വിമാന ടിക്കറ്റുകൾ റദ്ദാക്കുമ്പോൾ മുഴുവൻ പണവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടിയൊരുങ്ങുന്നു. വിമാനം പുറപ്പെടുന്നതിന് തൊട്ടുമുൻപ് ടിക്കറ്റ് റദ്ദാക്കിയാലും ടിക്കറ്റ് തുകയുടെ 80% വരെ തിരികെ ലഭിച്ചേക്കും. ഇതിനായി അടുത്ത 2-3 മാസത്തിനുള്ളിൽ നടപടികൾ സ്വീകരിക്കും. ടിക്കറ്റിനൊപ്പം ട്രാവൽ ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തിയാണ് പദ്ധതിയൊരുങ്ങുന്നത്. നിലവിൽ വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുൻപാണ് ടിക്കറ്റ് റദ്ദാക്കുന്നതെങ്കിൽ അത് നോ ഷോ ആയി കണക്കാക്കുകയും റീഫണ്ട് ലഭിക്കാതിരിക്കുകയും ചെയ്യും. മെഡിക്കൽ എമർജൻസി പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ടിക്കറ്റ് റദ്ദാക്കേണ്ടി വന്നാൽ വിമാന കമ്പനികൾക്ക് പൂർണ്ണമായ റീഫണ്ട് നൽകാൻ അധികാരമുണ്ടെങ്കിലും അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എന്നാൽ പുതിയ സംവിധാനം വരുന്നതോടെ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകും. പുതിയ ഇൻഷുറൻസ് സംവിധാനം യാത്രക്കാർക്ക് യാതൊരു അധിക ചെലവുമില്ലാതെ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇൻഷുറൻസ് പ്രീമിയം വിമാന കമ്പനികൾ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്ന് വഹിക്കും. നിലവിൽ യാത്രക്കാർക്ക് ആവശ്യമെങ്കിൽ മാത്രം അധിക സേവനമായി ഇൻഷുറൻസ് വാങ്ങാൻ സൗകര്യമുണ്ട്. എന്നാൽ പുതിയ പദ്ധതി വരുന്നതോടെ ഇത് ടിക്കറ്റിന്റെ ഭാഗമാകും. ഒരു പ്രമുഖ വിമാന കമ്പനി ഇതിനോടകം തന്നെ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റുകളിൽ പോലും ഇൻഷുറൻസ് ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയാണ് അധികൃതർ. ഇതുവഴി ടിക്കറ്റ് റദ്ദാക്കേണ്ടി വരുന്ന യാത്രക്കാർക്ക് ഒരു പരിധിവരെ പണം തിരികെ ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി സൂര്യകാന്ത് തിങ്കളാഴ്ച ചുമതലയേൽക്കും. രാഷ്ട്രപതി ഭവനിൽ രാവിലെ 10-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, ബീഹാർ വോട്ടർ പട്ടിക ഭേദഗതി, പെഗാസസ് ചാര സോഫ്റ്റ്വെയർ കേസ് എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന വിധിന്യായങ്ങൾക്കും ഉത്തരവുകൾക്കും ഭാഗമായിരുന്ന ജസ്റ്റിസ് സൂര്യകാന്തിന് 2027 ഫെബ്രുവരി 9 വരെ സർവീസുണ്ട്. ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നവംബർ 24-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും നവംബർ 25-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്.